നമുക്കിന്ന് ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങാം മാത്തമാറ്റിക്സിൻ്റെ. എന്താണ്? മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്, സാധ്യതകളുടെ ഗണിതം. മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്, സാധ്യതകളുടെ ഗണിതം. എന്താണ് സാധ്യത എന്ന് പറയുന്നത്? നമുക്കറിയാം. ഇപ്പോൾ മഴക്കാലമാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ രാവിലെ ചോദിക്കാറുണ്ട്, രാവിലെ എഴുന്നേറ്റ് ചോദിക്കും, ഇന്ന് മഴ പെയ്യുമോ? പെയ്യാം, പെയ്യാതിരിക്കാം. ഇപ്പം രണ്ട് സാധ്യതകളാണ് ഉള്ളത്. അവിടെ രണ്ട് ചാൻസ് ആണുള്ളത്. എന്താണ്? ഒന്ന് പെയ്യുക അല്ലെങ്കിൽ പെയ്യാതിരിക്കുക. ഇപ്പോൾ രണ്ട് ചാൻസ് ആണുള്ളത്, രണ്ട് സാധ്യതയുണ്ട്. എന്തൊക്കെയാണ്? പെയ്യാം അല്ലെങ്കിൽ പെയ്യാതിരിക്കാം. മഴ പെയ്യാനുള്ള ചാൻസ് എത്രയാണ്? അതിലൊന്നാണല്ലോ മഴ പെയ്യാനുള്ള ചാൻസ് ഉള്ളൂ. രണ്ട് ചാൻസ് ഉണ്ട്, മഴ പെയ്യുക, പെയ്യാതിരിക്കുക. അതിലൊന്ന് മഴ പെയ്യും, മറ്റേതോ മഴ പെയ്യില്ല. അപ്പോൾ മഴ പെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ത്? മഴ പെയ്യാനുള്ള സാധ്യത എന്തെന്ന് പറഞ്ഞാൽ 1/2. ഓക്കെ. ഇനി നമ്മൾ കുട്ടിക്കാലത്ത് നമ്മൾ പാമ്പും കോണിയും ഉത്സവത്തിൻ്റെ സമയത്ത് മേടിക്കുള്ളൂ. 2 ദിവസം കഴിയുമ്പോൾ അത് കളയുകയും ചെയ്യും. നമ്മുടെ കയ്യിൽ സാധനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് കുറച്ച് ദിവസത്തേക്കൊന്നും ഇരിക്കാറില്ലല്ലോ. പാമ്പും കോണിയും അല്ലേ? പാമ്പും കോണിയുടെ ഒരു കട്ട, ഒരു പകിട്ട അല്ലേ, ഒരു ഡൈ എന്ന് പറയും. 2, 3 ഇങ്ങനെ ഒരു ഫേസിൽ 1, മറ്റൊരു ഫേസിൽ 2, മറ്റൊരു ഫേസിൽ 3, 4, 5, 6 അങ്ങനെ പരമാവധി 6 ഡോട്ട്സ് ഉണ്ടാവുള്ളൂ. 6 അല്ലെ 6 ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ഇടും. ഇട്ടിട്ട് 2 വീണു, 1, 2 എണ്ണി. അപ്പോൾ ഒരു കോണിയാണ്, ആ കോണി കൂടെ കയറി പോകുന്നു അല്ലേ? അപ്പോൾ അടുത്തവൻ ഇട്ടു 1, 2 കോണിയിൽ കയറി. അടുത്തവൻ ഇട്ടു 6, 1, 2, 3, 4, 5, 6. ഇതേ പാമ്പിൻ്റെ വായിലാണ് താഴത്തോട്ട് പോരുന്നത്. നല്ല രസമുള്ള കളിയാണ്. അപ്പോൾ നമുക്ക് ഈ പതി ഇടുമ്പോൾ ചിലപ്പോൾ 1 വീഴും, ചിലപ്പോൾ 2 വീഴും, 3 വീഴും, ചിലപ്പോൾ 6 വരെ വീഴാം. 7 വീഴില്ല, കാരണം 7 കുത്തില്ല, അത് 7 ഡോട്ടില്ല, ഒരു 6 ഡോട്ടേ ഉള്ളൂ ലാസ്റ്റ്. അപ്പോൾ ഞാൻ ചോദിക്കാം, ഒരു പകിട എറിഞ്ഞാൽ, ഒരു പകിട ഇട്ടാൽ 3 വരാനുള്ള ചാൻസ് എന്ത്? 3 വരാനുള്ള പ്രോബബിലിറ്റി എന്ത്? 3 വരാനുള്ള സാധ്യത എന്ത്? ഇത് 6 രീതിയിൽ വീഴാം അല്ലെ? 6 ഫേസസ് ഉണ്ട്, 6 മുഖങ്ങളുണ്ട് ഇതിന്. അതുകൊണ്ട് 6 രീതിയിൽ വീഴാം. അതിൽ ഒരു മുഖം മാത്രമാണ് 3 എന്ന് എഴുതിയിരിക്കുന്ന മുഖം അല്ലെ? 3 കുത്തുള്ള മുഖം ഒരു മുഖം മാത്രമാണ്. അപ്പോൾ 3 വരാനുള്ള പ്രോബബിലിറ്റി, 3 വരാനുള്ള സാധ്യത 6ൽ 1ആണ്. 4 വരാനുള്ളതോ 6ൽ 1ആണ്. 5 വരാനുള്ളതോ 6ൽ 1ആണ് അല്ലേ? എല്ലാം 6ൽ 1ആണ്. ഓക്കെ. നമുക്കൊരു കോയിൻ എടുക്കുക, ഒരു നാണയം. കോയിനിൽ എത്ര മുഖങ്ങളുണ്ട്, എത്ര ഫേസസ് ഉണ്ട്, എന്തൊക്കെയുണ്ട് അതിന്? ഒരു ഹെഡ്, ഇത് ടെയിൽ എന്ന് പറയും, ടെയിൽ. പിന്നെ മറ്റെന്താണ്? ഇതിന് ഹെഡ് എന്ന് പറയും. ഹെഡും ടെയിലും ഉണ്ട് അല്ലേ? ഹെഡും ടെയിലും ഉണ്ട്. ഹെഡ് ആൻഡ് ടെയിൽ, ഹെഡും ടെയിലും ഉണ്ട്. ചോദിക്കുകയാണ്, ഒരു കോയിൻ ഇങ്ങനെ ഇട്ടാൽ ഹെഡ് വരാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്, ഹെഡ് വരാനുള്ള, തല വരുവാനുള്ള സാധ്യത എന്ത് എന്ന് ചോദിച്ചാൽ, ഈ ഒരു കോയിൻ ഇട്ടാൽ ആകെ 2 രീതിയിലേ വീഴുകയുള്ളൂ. അതിനകത്ത് ഒരു തലയല്ലേ ഉള്ളൂ. 2 തലകൾ നാണയമുള്ളത് കളനാണയായിരിക്കും അല്ലേ? ഒരു ഹെഡേ ഉള്ളൂ. അപ്പോൾ 1/2 ആണ് ഹെഡ് വരാനുള്ള ചാൻസ്. എന്ത്? തല വരാനുള്ള സാധ്യത 1/2 എങ്കിൽ ടെയിൽ വരാനുള്ള സാധ്യത എന്തായിരിക്കും? അതും 1/2 ആയിരിക്കും ടെയിൽ വരാനുള്ള സാധ്യത. ഇതാണ് പ്രോബബിലിറ്റി, സാധ്യത എന്ന് പറയുന്നത്. എന്താണ്? ഒരു കാര്യം ഒരു 5-6 രീതിയിൽ, കുറേ രീതിയിൽ ആ കാര്യങ്ങൾ സംഭവിക്കാം. അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു രീതി എത്ര രീതിയിൽ വരും, അങ്ങനെയാണ്. മനസ്സിലായില്ലേ? ഇപ്പം 6 രീതിയിൽ ഒരു സാധനം വീഴാം. ഇപ്പം ഈ നമ്മൾ ആദ്യം പകിട കണ്ടല്ലോ, ഡൈ, അത് 6 രീതിയിൽ വീഴാം. ഇത് 3 വരാം. നമുക്ക് ഇഷ്ടമുള്ള ഒരു രീതിയാണ് 3 വരാനുള്ള സാധ്യത എന്ത്? 1/6. കാരണം 3 എന്ന് ഒരു മുഖത്തിൽ മാത്രമേ എഴുതിയിട്ടുള്ളൂ അല്ലേ? ഒരു കോയിൻ ഇട്ടു, അത് ഹെഡ് വരാനുള്ള സാധ്യത എന്ത്? ഹെഡ് വരാനുള്ള പ്രോബബിലിറ്റി എന്ത്? 1/2. ശരിയല്ലേ? എങ്കിൽ ഇവിടെ 2 ബാഗ് നോക്കുക. 2 ബാഗ്. ഇവിടെ ഫസ്റ്റ് ബാഗ് നോക്കി, ഇത് ഇവിടെ കിടക്കട്ടെ. ഫസ്റ്റ് ബാഗിൽ 1, 2, 3, 4, 5 ബ്ലാക്ക് ബോൾസ് ഉണ്ട്. 5 ബ്ലാക്ക് ബോൾസ്. സെക്കൻഡ് ബാഗിലോ 1, 2, 3, 4 വൈറ്റ് ബോൾസ് ആണുള്ളത്. അപ്പോൾ 5 ബ്ലാക്ക് ബോൾസ്. ഇവിടെ 5 ബ്ലാക്ക് ബോൾസ് ഉണ്ട്. 5 ബ്ലാക്ക് ബോൾസ് ഉണ്ട്. 5 കറുത്ത പന്തുകളുണ്ട്. 4 വൈറ്റ് ബോൾസ് ഉണ്ട്. 4 വെളുത്ത പന്തുകളുണ്ട്. ഇനി ഞാൻ 1 by 1 ആയിട്ട് ഓരോ ചോദ്യം ചോദിക്കുകയാണ്. ഞാൻ ഫസ്റ്റ് ബാഗിൽ നിന്ന് ഒരു ബോൾ എടുത്താൽ അത് കറുത്തതാവാനുള്ള ചാൻസ് എന്തെന്ന്? ഫസ്റ്റ് ബാഗിൽ നിന്ന് ഞാൻ ഒരു ബോൾ എടുക്കുകയാണ്, അത് കറുത്തതാവാനുള്ള ചാൻസ് എന്തെന്ന്? ഫസ്റ്റ് ബാഗിൽ നിന്ന് ഒരു ബോൾ എടുത്താൽ അത് കറുത്താവാനുള്ള ചാൻസ് എത്രയാണ്? ആകെ 5 ബോളുണ്ട്. ആ 5ഉം കറുപ്പല്ലേ? അപ്പം 5/5 ആണ് പ്രോബബിലിറ്റി അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്യാം.
ഇവിടെ നിന്ന് 2 എണ്ണം എടുത്ത് ഇങ്ങോട്ടിട്ടു, ഇവിടെ നിന്ന് 2 എണ്ണം എടുത്ത് ഇങ്ങോട്ടിട്ടു. ഞാൻ റീഓർഡർ ചെയ്തു. ഇപ്പം ഇവിടെയോ, ഇവിടെ 3 ബ്ലാക്ക് ഉണ്ടല്ലേ, 3 ബ്ലാക്ക് ഉണ്ട്, 2 വൈറ്റ് ഉണ്ട്. 3 ബ്ലാക്ക് ഉണ്ട്, 2 വൈറ്റ് ഉണ്ട്. 3 ബ്ലാക്ക് ബോൾസും 2 വൈറ്റ് ബോൾസ് ഉണ്ട്. ഇവിടെയോ 2 വൈറ്റും ഉണ്ട്, 2 വൈറ്റും ഉണ്ട്, 2 ബ്ലാക്കും ഉണ്ട്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇതൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഒന്നാമത്തെ ബാഗ് ഫസ്റ്റ് സെലക്ട് ചെയ്യുകയാണ്. ചോദ്യം ഇതാണ്: വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ വൈറ്റ് ബോൾ ഫ്രം ദി ഫസ്റ്റ് ബാഗ്? വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ വൈറ്റ് ബോൾ ഫ്രം ദി ഫസ്റ്റ് ബാഗ്? ഒന്നാമത്തെ സഞ്ചിയിൽ നിന്ന് വെളുത്ത പന്ത് കിട്ടുവാനുള്ള സാധ്യത എന്ത്? പ്രോബബിലിറ്റി of getting a white ball. ഒന്നാമത്തെ ബാഗിൽ നിന്ന് വെളുത്ത പന്ത് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഫസ്റ്റ് ബാഗിൽ നിന്ന് വൈറ്റ് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. ഫസ്റ്റ് ബാഗിൽ ആകെ എത്ര ബോൾ ഉണ്ട്? 1 2 3 4 5 ബോൾസ് ഉണ്ടല്ലേ. അപ്പോൾ 5 ടൈപ്സിൽ എടുക്കാം, 5 രീതിയിൽ ഇത് എടുക്കാം, 5 രീതിയിൽ എടുക്കാം. 5 എടുക്കുമ്പോൾ അതിൽ 1 2 3 3 എണ്ണം മാത്രമാണ് എന്ത്? ബ്ലാക്ക്. വൈറ്റ് കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 2 എണ്ണം മാത്രമാണ് വൈറ്റ്. മനസ്സിലായോ? കാരണം ഞാൻ കണ്ണടിച്ചെടുത്ത് 1 എടുത്തു, 2 എടുത്തു, 3 എടുത്തു, 4 എടുത്തു, 5 എടുത്തു. അതിൽ വൈറ്റ് കിട്ടാനുള്ള സാധ്യത എന്ത്? നമ്മൾ 5 എണ്ണത്തിൽ ഓരോന്നും എടുക്കുമ്പോൾ എന്താണ്? 2 വൈറ്റ് ഉള്ള കാരണം 5ൽ 2 സാധ്യതയാണ് വൈറ്റ് കിട്ടാനുള്ളത്. മനസ്സിലായില്ലേ? ഞാൻ കണ്ണടിച്ച് ഒരെണ്ണം എടുത്തു, 1 വൈറ്റ് കിട്ടി, അബദ്ധത്തിൽ വൈറ്റ് കിട്ടി. ഓക്കെ, വീണ്ടും 1 എടുത്തു, 2 വൈറ്റ് കിട്ടി അല്ലേ. അപ്പോൾ 5ൽ 2 ചാൻസ് ആയി. 3 എടുത്താൽ ഒരിക്കലും വൈറ്റ് കിട്ടില്ല, കാരണം അതിന് ബ്ലാക്ക് കിട്ടുള്ളൂ. 4 എടുത്താൽ ബ്ലാക്ക് കിട്ടുള്ളൂ, 5 എടുത്താലും ബ്ലാക്ക് കിട്ടുള്ളൂ. ഓക്കെ, അതാണ് അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആകെ ബോൾസ് 5, അത് താഴെ എഴുതി. നമുക്ക് കിട്ടേണ്ട പ്രോബബിലിറ്റി, നമുക്ക് റിക്വയർഡ് പ്രോബബിലിറ്റി, നമ്മൾ എന്താണോ ചോദ്യം, എന്താണ് വൈറ്റ് വീഴാനുള്ള സാധ്യത എന്ത്, അതാണ് മുകളിൽ എഴുതേണ്ടത്. എന്താണ്? 2 വൈറ്റ് ബോൾ ഉണ്ട്, അത് മുകളിൽ എഴുതി. 5ൽ 2 വൈറ്റ് ആവാനുള്ള സാധ്യത. ഇനി മറ്റൊരു ചോദ്യം ചോദിക്കാം. ഞാൻ സെക്കൻഡ് ബാഗിലോട്ട് പോകുന്നു. ഈ സെക്കൻഡ് ബാഗിൽ നിന്ന്, രണ്ടാമത്തെ സഞ്ചിയിൽ നിന്നും ബ്ലാക്ക് കിട്ടുവാനുള്ള സാധ്യത എന്ത്? ബ്ലാക്ക് കിട്ടണം. അപ്പൊ ആകെ ബോൾ 1 2 3 4, ആകെ ബോൾ 4. ബ്ലാക്ക് എത്ര ഉണ്ട്? 2. അപ്പൊ 2/4 ആണ്. 2/4 നമുക്ക് കട്ട് ചെയ്ത് ചെറുതാക്കാം. 1/2 പകുതി ചാൻസ് ആണുള്ളത്. ബ്ലാക്ക് കിട്ടാൻ പകുതി സാധ്യതയാണ്. കാരണം എന്താണ്? പകുതി വൈറ്റും പകുതി ബ്ലാക്കും ആണ്. അപ്പോൾ 1/2 ആണ് അതിന്റെ ചാൻസ്. നമ്മൾ ശരിക്കും 2/4 ആണ് കിട്ടിയത്. കട്ട് ചെയ്ത് ചെറുതാക്കിയാൽ കുഴപ്പമൊന്നുമില്ല, ചെറുതാക്കാം. അപ്പോൾ പകുതി സാധ്യത വൈറ്റിനും പകുതി സാധ്യത ബ്ലാക്കിനും. ഹാഫ് ചാൻസ് വൈറ്റ് ആൻഡ് ഹാഫ് ചാൻസ് ബ്ലാക്ക്. വൈ? 2 ഈക്വൽ നമ്പർ ആണല്ലേ. ഇനി മറ്റൊരു ചോദ്യം, വേറൊരു ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ബാഗിൽ നിന്ന് ബ്ലാക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ത്? കറുപ്പ് കിട്ടാനുള്ള സാധ്യത എന്ത്? ആകെ ബോൾ 5, കറുപ്പ് 1 2 3 3. ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി വേഗം ചോദിക്കാം. പടപടപടയാന്ന് ചോദിച്ചാൽ പറയുമെന്നറിയാം. ഒരു ബോൾ എടുത്തു, വൈറ്റ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ത്? 2/5. ബ്ലാക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ത്? 3/5, 3/5. ഇവിടെ വൈറ്റ്, വെളുപ്പ് കിട്ടാനുള്ള സാധ്യത എന്ത്? 2/4. കറുപ്പ് കിട്ടാനുള്ള സാധ്യത എന്ത്? 2/4. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഞാൻ ഈ ഒരു ബാഗിലൊക്കെ ആക്കി, ഇതെല്ലാം കൂടി ഒരു ബാഗിലാക്കി. അപ്പോൾ ഈ 2 എണ്ണം കൂടി ഇവിടെ വന്നു, ഈ 2 ബ്ലാക്കും കൂടി ഇവിടെ വന്നു, 2 വൈറ്റും കൂടി ഇവിടെ വന്നു. ഓക്കെ, ഇതെല്ലാം കൂടി സഞ്ചിയിലിട്ടു. ഇനി ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ ഈ 2 സഞ്ചിയിലെയും ബോൾസ് എല്ലാം ഉണ്ടല്ലേ. ഇവിടെ വൈറ്റ് കിട്ടാനുള്ള സാധ്യത എന്ത്? വെളുപ്പ് കിട്ടുവാനുള്ള പ്രോബബിലിറ്റി എന്ത്? വെളുപ്പ് കിട്ടാനുള്ള സാധ്യത എന്ത്? വൈറ്റ് കിട്ടാനുള്ള സാധ്യത എന്താണ്? ടോട്ടൽ എത്ര ബോൾ ഉണ്ട്? 1 2 3 4 5 6 7 8 9 ബോളുണ്ട്. അതിൽ വൈറ്റ് എന്ന് പറയുന്നത് 1 2 3 4 4 ഉള്ളൂ. 4/9 ആണ് വെളുപ്പ് കിട്ടാനുള്ള സാധ്യത. ഇനി ബ്ലാക്ക്, കറുപ്പ് കിട്ടാനുള്ള സാധ്യത എന്ത്? ആകെ 9 ബോളാണുള്ളൂ. അത് ഇനി എണ്ണേണ്ട ആവശ്യമില്ല, അത് എണ്ണി 9 ബോളേ ഉള്ളൂ. അതിനകത്ത് 1 2 3 4 5 എണ്ണമാണ് കറുപ്പ്. അപ്പോൾ 5/9 ആണ്
കറുപ്പിട്ടാനുള്ള സാധ്യത. ഇതാണ് പ്രോബബിലിറ്റി. ഇത്ര സിമ്പിളാണ് പ്രോബബിലിറ്റി. ആകെ എത്ര ഉണ്ടെന്ന് നോക്കുക, അത് ഡാഷ് താഴെ എഴുതുക. നമുക്ക് ആവശ്യമുള്ളത് എന്താണോ, അപ്പോൾ വൈറ്റ് ആണെങ്കിൽ വൈറ്റിൻ്റെ എണ്ണം എഴുതുക, ബ്ലാക്ക് കിട്ടാനുള്ള പ്രോബിലിറ്റി ആണെങ്കിൽ ബ്ലാക്കിൻ്റെ എണ്ണം എഴുതുക. ഓക്കെ. ഇപ്പോൾ ഡൈ ഇങ്ങനെ ടോസ് ചെയ്യുമ്പോൾ ആ ഒരു ഡൈ ടോസ് ചെയ്ത് ആകെ 6 ഫേസസ് ഉണ്ട്. അതിനകത്ത് 4 കിട്ടണം. 4 കിട്ടണം. എത്ര 4 ഉണ്ട് അതിനകത്ത്? ആകെ ഒരു 4 അല്ലേ ഉള്ളൂ. അപ്പോൾ 1/6. ഓക്കെ. ഒരു കോയിൻ ടോസ് ചെയ്തു, ടോട്ടൽ എത്ര ചാൻസ് ഉണ്ട് അത് വീഴാൻ? 2 ടൈപ്സിൽ വിടാം, ഹെഡ് ഓർ ടെയിൽ. അപ്പോൾ 2 താഴെ എഴുതി. ഹെഡ് കിട്ടാനുള്ള ചാൻസ് എത്ര? അപ്പോൾ ഒരു ഹെഡല്ലേ ഉള്ളൂ. ഇപ്പോൾ 1/2. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണിത്.